കൃഷ്ണന്റെ കഥകൾ കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൃഷ്ണകഥകൾ പറയുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഞാൻ പൊതുവിൽ എല്ലാ പ്രഭാഷണ രീതിയിലും പറയാറുണ്ട്. പറയുന്ന ആൾക്ക് മോക്ഷം, കേൾക്കുന്ന ആൾക്ക് മോക്ഷം, പറയാനും കേൾക്കാനും അവസരം ഉണ്ടാക്കിയ ആൾക്ക് മോക്ഷം എന്നാണ് കൃഷ്ണകഥകളുടെ പ്രത്യേകത. വിഷുവിന്റെ ഒരു സങ്കല്പം. വിഷുവിന് പല സങ്കല്പങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒന്നാണ് ഈ നരകാസുരവധമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയും. അതായത് നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ രാജാക്കന്മാരെയൊക്കെ തട്ടി അദ്ദേഹത്തിന്റെ തടങ്കലിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. ഈ കൊന്നപ്പൂവ് ഭഗവാന്റെ കിങ്ങിണിയാണെന്ന് തോന്നുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഥയുണ്ടോ? ഒരുപാട് നാടോടി കഥകൾ, അങ്ങനെ കൃത്യമായിട്ട് കഥയെന്ന് പറയില്ല, പല ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ട് ഇതിനെയൊക്കെ സമീപിക്കുക. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, പുറകിലുള്ളതൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഗുരുവായൂരപ്പൻ ആദ്യത്തെ കൈനീട്ടം കൊടുക്കുന്നത് മേൽശാന്തിയാണ്. വ്യാസന്റെ ഓർമ്മയിൽ വ്യാസന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കൈനീട്ടം എന്താ? എനിക്ക് കിട്ടിയിട്ടുള്ള, എൻ്റെ ഓർമ്മയിൽ തന്നെ ഏറ്റവും നല്ല വിഷുക്കാലമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കൈനീട്ടം എന്നാണ്. കാരണം ഇപ്പോഴും നല്ല വിഷുക്കാലമാണ്, മോശമുണ്ട് നല്ല. ഇന്നത്തെ ആ ഒരു ദിവസം അതാണ് അവിടുത്തെ താരം. കൊന്നയില്ലാത്ത കണിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും അബാക് മീഡിയയുടെയും എൻ്റെയും വിഷു ആശംസകൾ നേരുകയാണ്. ഇന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിൽ അബാക് മീഡിയയിൽ ആദ്യത്തെ പ്രോഗ്രാമിൽ ആരെ ഗസ്റ്റായി കൊണ്ടുവരണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും. അത് പ്രിയപ്പെട്ട വ്യാസനാണ്. വ്യാസൻ, വിഷു ആശംസകൾ. വിഷു ആശംസകൾ. അബാക് മീഡിയയുടെയും ഗുരുവായൂരപ്പൻ്റെയും എല്ലാ ഭക്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഗുരുവായൂരപ്പൻ്റെ കഥകൾ അത് കേൾക്കണമെങ്കിൽ അത് വ്യാസൻ പറയണമെന്നാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. വ്യാസൻ തിരക്കുകളിലാണെന്നറിയാം. ക്ഷേത്രത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണം നടത്തുന്നു. ഈ കഴിഞ്ഞ കുറേ ആനയും അമ്പലവും ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ വ്യാസൻ ആളുകൾക്ക് പരിചിതമാകുന്നു. പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങൾ തൊട്ട് ഇങ്ങോട്ട് എല്ലാ മാധ്യമങ്ങളിലും വ്യാസൻ ഗസ്റ്റായി വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇതൊരു യാത്രയാണല്ലോ. ഇത് ഞാൻ പരിചയിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ്. വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെയുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള പാതയിലേക്ക് വന്നിട്ട്. ഗുരുവായൂരപ്പൻ നടത്തിക്കുന്നു, ഗുരുവായൂരപ്പനാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു, ഗുരുവായൂരപ്പൻ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ എൻഡിങ് എവിടെയാണെന്നും ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ കഥ പറയുന്നത് അത്ര ഗംഭീരമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറില്ല. എന്നേക്കാൾ വളരെ നന്നായി, വളരെ വേദപ്രമാണത്തോടു കൂടി സംസാരിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എനിക്കൊരു ഇതിലേക്കൂടെ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്നേഹം, പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹം, കുട്ടികളുടെ, വളരെ ചെറുപ്പം കുട്ടികളുടെ സ്നേഹം, അതൊക്കെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തരുന്നു എന്നുള്ളതാണ് ഈ വിഷുക്കാലത്ത് ഏറ്റവും വലിയ സന്തോഷം. അത് നന്നായി ഗുരുവായൂരപ്പനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അത് വലിയ കാര്യമാണ് വ്യാസം. കാരണം ഇപ്പം അബാക് മീഡിയയുടെ കാര്യം എടുക്കാം. അബാക് മീഡിയയേക്കാൾ നന്നായി സ്പിരിച്വൽ കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒട്ടനവധി ചാനലുകൾ, ഒരുപാട് ജ്യേഷ്ഠ സഹോദരന്മാർ, അറിവുള്ളവർ നടത്തുന്ന ഒട്ടനവധി ചാനലുകളുണ്ട്. ആളുകൾക്ക് ആ ഓപ്ഷൻ ഉണ്ടായിട്ടും അബാക് മീഡിയയിൽ പ്രേക്ഷകർ വന്ന് വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയും വിളമ്പി കൊടുക്കാമെന്നുള്ളതാണ്. അത് സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അത് എങ്ങനെ കൊടുക്കുന്നോ അതിനനുസരിച്ച് ആളുകൾ സ്വീകരിക്കും എന്നുള്ളതാണ്. വ്യാസൻ കഥകൾ പറയുമ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, പ്രമാണങ്ങൾ അറിയുന്ന ഒട്ടനവധി പേര് കഥകൾ പറയുന്നുണ്ട്. എങ്കിലും ആളുകളുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ അങ്ങേക്കത് കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് അങ്ങയുടെ വിജയം എന്നതാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹമാണ്. എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ എവിടെയും ഉയർത്തി കാണിക്കാറില്ല. ഭഗവാൻ പറയിപ്പിച്ചെന്നിടത്തോളം പറയാൻ സാധിക്കട്ടെ. കൃഷ്ണന്റെ കഥകൾ കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. വ്യാസൻ എപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ പറഞ്ഞു പോകുന്നു. ഉണ്ണിക്കണ്ണൻ്റെ ജനനം മുതൽ ഇങ്ങോട്ടേക്ക് നമുക്ക് വ്യാസന്റെ നാവിൽ നിന്ന് ആ കഥയൊന്ന് കേട്ടുകൊണ്ട് തുടങ്ങിയാൽ അത് വളരെ ഒരു ഷോർട്ട് പീരീഡിൽ പറയാവുന്ന ഒന്നല്ല. പോലും ഇപ്പോൾ ഭാഗവതത്തിൽ പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി 7 ദിവസം ആണ് സമയമുള്ളൂ. 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ തക്ഷകൻ കൊത്തി പരീക്ഷിത്ത് മരിക്കും എന്നാണ് മുനിയുടെ ശാപമുള്ളത്. അപ്പം അദ്ദേഹത്തിന് തോന്നുകയാണ് ഇനി എൻ്റെ ജീവിതം ഭഗവാനിലേക്ക് തിരിയണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഗംഗാതീരത്ത് വരികയും അവിടെ വെച്ചിട്ടാണ് പരീക്ഷിത്ത് ഭാഗവതം, ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്, പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ശ്രീശുക ബ്രഹ്മർഷി. വ്യാസൻ്റെ പുത്രനാണ് ശ്രീശുകൻ. അദ്ദേഹം ഈ അവതാരങ്ങൾ ഓരോന്നായിട്ട് വർണ്ണിച്ചതിന് ശേഷം ശ്രീകൃഷ്ണാവതാരം എത്തുന്ന സമയത്ത്, ബാക്കിയെല്ലാം വളരെ വിശദീകരിച്ചൊക്കെ അദ്ദേഹം പറയും. ശ്രീകൃഷ്ണാവതാരം എത്തുന്ന സമയത്ത് അദ്ദേഹം വളരെ ചുരുക്കത്തിലൊന്ന് വർണ്ണിക്കും ആദ്യം. അതായത് ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു, ശ്രീകൃഷ്ണനായിട്ട് ജനിച്ച് അദ്ദേഹം ഭൂഭാരം തീർക്കാനുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, ഇത്ര വിവാഹങ്ങൾ കഴിച്ചു, അങ്ങയുടെ പൂർവികരായിട്ടുള്ള പാണ്ഡവരെ യുദ്ധം ജയിപ്പിച്ച് ഭാരതത്തിന് ചക്രവർത്തികളാക്കി അദ്ദേഹം ലോകത്തുനിന്ന് കടന്നുപോയി, അദ്ദേഹത്തിൻ്റെ സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് കടന്നുപോയി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ പരീക്ഷത്തിന് ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. അതായത്
ഇത്രയും ദിവസം കാത്തിരുന്നത് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ്. കാരണം പരീക്ഷത്തിന്റെ ജനനം തന്നെ ഭഗവാൻ കാരണമാണ് ഉണ്ടാവുന്നത്. അശ്വത്ഥാമാവ് ഈ ബ്രഹ്മാസ്ത്രം അയക്കുമല്ലോ, ഉത്തരയുടെ ഗർഭത്തിലേക്ക് നോക്കി ബ്രഹ്മാസ്ത്രം അയക്കുന്നു. ആ ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിനെ അദ്ദേഹത്തിന്റെ ആ തപശക്തി കൊണ്ട്, ആ അസ്ത്രത്തിന്റെ ശക്തി കൊണ്ടും പരീക്ഷത്തിനെ ഒരു കരിക്കട്ട പോലെ ആക്കിയതാണ്. പക്ഷെ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഒരു പെരുവിരലിന്റെ രൂപത്തിൽ പ്രവേശിച്ച്, അത്രയും വലുപ്പത്തിൽ പ്രവേശിച്ച് പരീക്ഷത്തിനെ സംരക്ഷിച്ചു ഭഗവാൻ. അങ്ങനെയാണ് പരീക്ഷത്തിന്റെ ജനനം ഉണ്ടാവുന്നത്. ഭഗവാൻ കാരണമാണ് പരീക്ഷിത് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നരസിംഹാവതാരം വർണ്ണിക്കുമ്പോൾ ഭക്തി ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ ഉണ്ട്, ശ്രീരാമാവതാരം വർണ്ണിക്കുമ്പോൾ ഭക്തി ഉണ്ട്. പക്ഷെ കാത്തിരുന്നത് കൃഷ്ണാവതാരം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് ശ്രീശുക ബ്രഹ്മർഷി 4 ശ്ലോകത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് നെഞ്ച് തകർന്നു പോവുകയാണ് ചെയ്യുക പരീക്ഷത്തിന്. അതായത് ഏതൊരു ഭഗവാന്റെ കഥ കേൾക്കാനാണോ ഞാൻ ഇത്രയും സമയം കാത്തിരുന്നത്, അത് അങ്ങ് ഇത്രയും ചുരുക്കി പറയുന്നത് എനിക്കത് കേൾക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിച്ച് അതെനിക്ക് പറഞ്ഞു തരണേ. ഇനിയിപ്പോൾ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അതുകൊണ്ടൊക്കെ ഒന്ന് ചുരുക്കിയതാണോ? അങ്ങനെ ഒന്നും കരുതേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കാനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അതുകൊണ്ട് വിസ്തരിച്ച് ഭഗവാന്റെ കഥ എനിക്ക് പറഞ്ഞു തരണേ എന്ന് ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുമ്പോഴാണ് ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ കഥ വിസ്തരിച്ച്, പിന്നെ അങ്ങോട്ട് കൃഷ്ണ കഥകളുടെ ഒരു ഒഴുക്കാണ്. ബാക്കി ഒരു അവതാരവും ഇത്രയും പറഞ്ഞിട്ടില്ല. കാരണം കൃഷ്ണകഥകൾ പറയുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ പൊതുവിൽ എല്ലാ പ്രഭാഷണ രീതിയിലും പറയാറുണ്ട്, പറയുന്ന ആൾക്ക് മോക്ഷം, കേൾക്കുന്ന ആൾക്ക് മോക്ഷം, പറയാനും കേൾക്കാനും അവസരം ഉണ്ടാക്കിയ ആൾക്ക് മോക്ഷം എന്നാണ് കൃഷ്ണകഥകളുടെ പ്രത്യേകത. അപ്പോൾ പരീക്ഷത്തിനും പോലും കേട്ട് മതിയാവുന്നില്ല, ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞും മതിയാവുന്നില്ല. അവിടെ ഒപ്പം ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സന്യാസി വരുമാനമൊക്കെ ഉണ്ട്, അവർക്കൊന്നും മതിയാവുന്നില്ല. അത്രയധികം ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ്, ചരിത്രമാണ് ഭഗവാന്റെ ആ ഒരു കഥ എന്ന് പറയുന്നത്. ഒരു ഐതിഹ്യം മാത്രമായിട്ട് നമ്മൾ എപ്പോഴും കാണില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഭഗവാൻ. ഭഗവാന്റെ കഥ ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് അത് ഞാനിങ്ങനെ പരീക്ഷത്ത് പറഞ്ഞ പോലെ ചെറുതായിട്ട് പറയാനായിട്ട് നമുക്ക് നിർവാഹമുള്ളൂ. ഭഗവാൻ ഭൂഭാരം തീർക്കാനായി ഒരു ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുന്നു. പൊതുവിൽ എല്ലാവരും പറയാറുണ്ട് കംസനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ ജനിച്ചത്. അങ്ങനെയല്ല, ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്. അത് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ സാധിക്കും ആ രീതി എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതിന് സമൂഹം എന്ത് പറയുന്നു എന്നൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല, സമൂഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം കേട്ടിട്ടില്ല. തനിക്ക് ശരി, ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുക എപ്പോഴും എന്നുള്ള ഒറ്റ എലമെന്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ വിജയകരമായി ജീവിക്കാം എന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്ന് കടന്നുപോയ ഒരാളാണ് ഭഗവാൻ. അത്രയധികം ഒരു എന്താ പറയുക, ആളുകൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന ഒരു അവതാരമായിരുന്നു ശ്രീകൃഷ്ണ അവതാരം. ഇപ്പോഴും നമ്മൾ പല കുട്ടികളെയും കണ്ണൻ എന്ന് വിളിക്കുന്നത് പോലും ഭഗവാനെ പോലെ ആവണം എന്ന് കരുതിയിട്ടാണല്ലോ, അല്ലെ? കൃഷ്ണന്റെ പേരിടുന്ന, കൃഷ്ണന്റെ ഭഗവാന്റെ പേരുകൾ ഇടുന്നത് പോലും ഭഗവാനെ പോലെ ആവണം എന്നുള്ള രീതിയിലാണ്. കാരണം എന്തൊക്കെ ആളുകൾ ഇപ്പോൾ സ്ത്രീകളുടെ പുറകെ ഗോപികമാരോടൊപ്പം നടക്കുന്നു, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അതിൻ്റെ ഒന്നും യഥാർത്ഥത്തിലുള്ള മൂല്യം എന്തെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുടെ വിമർശനമായിട്ട് മാത്രം അതിനെ കാണുക. ഭഗവാൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഒരു ഭഗവാൻ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ സുഖവും ദുഃഖവും ഒരുമിച്ച് കണ്ട് നമ്മുടെ ഇടയിലൂടെ കടന്നുപോയ ഒരാളാണ്. അങ്ങനെയുള്ളൊരു ഭഗവാന്റെ കഥകൾ പറയാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നതും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിസ്തരിച്ച് കൃഷ്ണ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ ഒരു ചെറിയ നിർദ്ദേശം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധം വായിക്കുക. വൈശാഖ മാസം വരാൻ പോകുന്നു, ഭഗവാന്റെ കഥകൾ വായിക്കുന്നത് വളരെയധികം വിശേഷമാണ്. വിഷുവാണ് ഇന്നും വേണമെങ്കിൽ ഭഗവാന്റെ കഥകൾ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും അറിയാം, വിഷുവായിട്ട് ഒരുപാട് കഥകളൊക്കെ വ്യാസൻ തന്നെ പറഞ്ഞത് യൂട്യൂബിൽ കിട്ടും എന്ന് നമുക്കറിയാം. പക്ഷേ വ്യാസൻജി, വിഷുവിൻ്റെ ഒരു സങ്കല്പം. വിഷുവിന് പല സങ്കല്പങ്ങളുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒന്നാണ് ഈ നരകാസുരവധമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയും. അതായത് നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ രാജാക്കന്മാരെയൊക്കെ തട്ടി അദ്ദേഹത്തിൻ്റെ തടങ്കലിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. ഭഗവാനോട് ഒരു ദൂതൻ മുഖേന ഒരു രാജാവ് രക്ഷ അഭ്യർത്ഥിക്കുന്നു. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് സത്യഭാമയായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. സത്യഭാമ ഭഗവാനെ യുദ്ധത്തിൽ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അതെ. അത് കഥകളി കൃഷ്ണാട്ടത്തിലൊക്കെ അത് ഗംഭീരമായിട്ട് കാണിക്കും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ നരകാസുരനെ വധിക്കും. ഭൂമിദേവിയുടെ പുത്രനായിട്ടാണ് നരകാസുരനെ പൊതുവിൽ പറയുക. അപ്പോൾ നരകാസുരനെ വധിച്ച ശേഷം ഇവരെല്ലാവരെയും മോചിപ്പിച്ച, പൊതുവിൽ നമ്മളെ എല്ലാ കഥകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഒന്നാണല്ലോ ഈ തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം എന്നുള്ള ഒരു സങ്കല്പം പറയാറുണ്ട്. പിന്നെ കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് കാർഷിക ഉത്സവമായിട്ട് കുറച്ചുകൂടെ നമുക്കറിയാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇപ്പോൾ വെള്ളരി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതൊക്കെ വിളവെടുപ്പിന്റെ ഒരു ഉത്സവമായിട്ടുണ്ട്. ഇതിന് പിന്നെ ജ്യോതിശാസ്ത്രമായിട്ടും വളരെ വലിയൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. അതായത് വിഷുവം എന്ന ശബ്ദത്തിൽ നിന്നാണല്ലോ വിഷു ഉണ്ടാവുന്നത്. അത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു താളമുണ്ട് എന്നാണ് പറയുക. ഇപ്പം നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിന്, വെള്ളം ഒഴുകുന്നതിന്, അല്ലെങ്കിൽ അഗ്നി ജ്വലിക്കുന്നതിന്, ഇതിനൊക്കെ ഒരു താളമുണ്ട്. ആ താളത്തിൻ്റെ ക്രമത്തിലാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റാണ് സൂര്യൻ. ഈ സൂര്യൻ്റെ 2 ദിശയിലേക്കുള്ള
സഞ്ചാരങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും എന്നുള്ള രീതിയിൽ പറയും. അതിൻ്റെ കണക്കിൽ നമ്മൾ വൃദ്ധിക്ഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എലമെൻറ്റ്സ് നമ്മൾ പറയുന്നത്. അതിലാണ് നമ്മൾ ഈ ദിവസത്തിൻ്റെ കണക്കാക്കൽ എടുക്കുന്നത്. ഈ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം പകലായിട്ടും പിന്നെ രാത്രി എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നത്. അതിൽ വിഷുവിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് വർഷത്തിൽ 2 തവണ മാത്രം ഈ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിട്ട് വരും എന്നാണ്. അത് 2 തരം, ഒന്ന് തുലാമിലും വരും, ഒന്ന് മേടത്തിലും വരും. നമ്മൾ ഉത്തരായന കാലത്തെ വിഷുവാണ് നമ്മൾ എടുക്കുക. വേറൊരു വിഷു കൂടി ഉണ്ട്, അതാണ് ഈ തുലാമാസത്തിൽ വരുന്ന വിഷു. അത് നമ്മളങ്ങനെ ആചരിക്കാറില്ല. ഈ പകലും രാത്രിയും തുല്യമായിട്ട് വരുന്ന ദിവസത്തെ അങ്ങനെയും എടുക്കാറുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ഐതിഹ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാത്തിലും മനുഷ്യൻ്റെ ജീവിതം ഒരു പോസിറ്റീവ് ടേണിലേക്ക് പോകുന്ന ഒരു സമയമായിട്ടാണ് വിഷുവിനെ പൊതുവിൽ കാണുന്നത്. വിഷു ഫലമൊക്കെ നമ്മൾ ജ്യോതിശാസ്ത്രം പറയും. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിലും നല്ലത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം തരുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഭഗവാനെ കാണുന്നു, അല്ലെങ്കിൽ പൂക്കൾ കാണുന്നു, പഴങ്ങൾ കാണുന്നു, വെള്ളരി കാണുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് കാണുന്നു അതാണ് നമ്മൾ തീരുന്നതെന്ന് പൊതുവിൽ പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ സ്വർണം വെക്കും, ധ്യാനങ്ങൾ വെക്കും, പുതിയ ഡ്രസ്സ് വെക്കും, എല്ലാത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാണുക. ഇനി കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിലും ഭഗവാനെ കാണുക എന്നാണ് നമ്മൾ പറയും. ഇപ്പോൾ സ്വർണ്ണത്തിലും സ്വർണ്ണമായിട്ട് അത് കാണാതെ അതിൽ ഭഗവാനെ കാണുക, വെള്ളരിയിൽ ഭഗവാനെ കാണുക. ഇപ്പോൾ നമ്മൾ കണിക്കൊന്ന വയ്ക്കുമ്പോൾ കണിക്കൊന്ന ഭഗവാന്റെ കിങ്ങിണിയാണെന്നുള്ള വലിയൊരു സങ്കല്പമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷുക്കണി കാണുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോഴും ഇതിലെല്ലാം ഉള്ളതും ഭഗവാനാണ് എന്നുള്ളൊരു സന്ദേശം കൂടെ കുട്ടികളിലേക്ക് മനസ്സിലാക്കും. പണ്ട് നമ്മളിപ്പം ഹരിനാമ കീർത്തനത്തിലൊക്കെ വായിക്കുമ്പോൾ പറയുമല്ലോ, യാതൊന്ന് കാണുമ്പോൾ തന്നെ നാരായണ പ്രതിമ എന്ന് പറയുന്ന ആ ഒരു വലിയ സന്ദേശമുണ്ട്. അതിലേക്കൊന്ന് പിച്ച വയ്ക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കൂടെ വിഷുക്കണിയെ പൊതുവിൽ എല്ലാവരും ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്. നമ്മൾ വിഷുക്കണി കാണുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മാത്രം ഗുരുവായൂരപ്പനാണെന്ന് കണ്ടാൽ പോരാ, ഈ കാണുന്നതും ഇതിന് പുറമെയുള്ള വലിയ പ്രപഞ്ചവും അവിടെ കാണുന്നതും മുഴുവനും ഭഗവാനാണ് എന്ന സങ്കല്പത്തിലേക്ക് പതിയെ നീ വളരണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു കുട്ടിയെ വിഷുക്കണി കാണിപ്പിക്കേണ്ടതെന്നാണ്. ഇപ്പം ഗുരുവായൂരപ്പനെ പോലും വിഷുക്കണി കാണിപ്പിക്കാറുണ്ട്. അതെ അതെ, എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുക്കണി വരും. അതെ അതെ. ഈ പോയ വർഷം എന്ന് പറയുന്നത് ഒരുപാട് മോശം വാർത്തകൾ കേട്ട ഒരു വർഷമാണ്. കൊലപാതകങ്ങളുടെയും ലഹരി ഉപയോഗത്തിൻ്റെയും ഒക്കെ. അതിൽ നിന്നെല്ലാം മാറി ഈ വിഷു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാലത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷുവിന് മുതിർന്നവരെല്ലാവരും കൈനീട്ടം കൊടുക്കും. ഈ കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും കഥകളുണ്ടോ കണ്ണനുമായി ബന്ധപ്പെട്ട്? കഥയായിട്ടല്ല, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണിയെ കുറിച്ച് ഞാനൊന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് കുറച്ചൊരു എലമെന്റ് മനസ്സിലാവും. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി എന്ന് പറയുന്നത് ഇപ്പൊ തലേ ദിവസം മേൽശാന്തി മുറിയിൽ മേൽശാന്തിയുടെ ശിഷ്യന്മാർ ഒരുക്കി വെച്ചിരിക്കുന്ന വിഷുക്കണി ഉണ്ടാവും. അത് കണ്ടിട്ടാണ് മേൽശാന്തി രാവിലെ 2 മണിക്ക് എഴുന്നേക്കുന്നത്. അതിനുശേഷം അദ്ദേഹം രുദ്രത്തിൽ പോയി കുളിക്കും കീശാന്തിമാരോടൊപ്പം. അത് കഴിഞ്ഞ് 2:30 ആകുമ്പോൾ വന്ന് നട തുറക്കും. ഈ നട തുറക്കുന്ന സമയത്ത് തലേന്ന് കീശാന്തിമാർ അവിടെ മുഖമണ്ഡപത്തിൽ വിഷുക്കണി കോപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഓട്ടുരുളിയിൽ ഈ പറയുന്ന ചക്ക, അതുപോലെ തന്നെ വെള്ളരി, അരി, വസ്ത്രം, സ്വർണം, ഗ്രന്ഥമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അകത്ത് പോയിട്ട് ഈ തിരി നീട്ടി, അവിടെ കെടാവിളക്ക് ഉണ്ടാവും, കെടാവിളക്ക് നീട്ടിയിട്ട് ഗുരുവായൂരപ്പനെ ആദ്യം കണി കാണിക്കും, ഈ കോപ്പ് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം മേൽശാന്തി ആദ്യം ചെയ്യുക ഗുരുവായൂരപ്പൻ്റെ കയ്യിലേക്ക് ഒരു കൈനീട്ടം വെച്ച് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ വക. അതായത് മേൽശാന്തി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ അമ്മയാണ് എന്നൊരു സങ്കല്പം പറയാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തന്ത്രി അച്ഛനാണ് എന്ന് പറയുന്നത്, ദേവന്റെ അച്ഛനാണ് തന്ത്രി, മേൽശാന്തി അമ്മയാണ്. കാരണം അമ്മയാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ആദ്യത്തെ കൈനീട്ടം കൊടുക്കുന്നത് മേൽശാന്തിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോലും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാനും അവരിൽ നിന്ന് കിട്ടുന്ന എന്തിനേയും ആദരവോടുകൂടി കാണാനും പഠിപ്പിച്ച ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. അതിൻ്റെ ഒരു തുടക്കം ഈ വർഷം ഇതാണ് നിനക്ക് തരാനുള്ളത്, ഇത് വെച്ച് നീ കൂടുതലാക്കിക്കോളുക എന്നുള്ളതാണ്. അത് നാണയമായിട്ട് മാത്രമല്ല നമ്മൾ സങ്കല്പിക്കുന്നത്, നമുക്ക് വേണ്ടി അവർ കരുതി വെച്ച എന്തോ നമുക്ക് തരികയും ഇതിനി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു കൈനീട്ടം കിട്ടുമ്പോൾ അത് കയ്യിൽ പിടിച്ച് ഇനി ഇത് വർദ്ധിപ്പിക്കുകയും എനിക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനും സാധിക്കണം. ഒരു നാണയം മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, ഒരുപാട് മൂല്യങ്ങളും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ നാണയത്തിൻ്റെ കൂടെ കുറച്ച് കൊന്നപ്പൂവും വെച്ച് അത് ചേർത്തിട്ടാണ് കണിയായിട്ട് അതിൻ്റെ കൈനീട്ടത്തിൻ്റെ കൂടെ കൊടുക്കുന്നത്. ആ വലിയൊരു സങ്കല്പമാണ്. നാണയം നിൻ്റെ ഐശ്വര്യത്തിനും നിനക്ക് വേണ്ടിയിട്ടുള്ള അഭിവൃദ്ധിക്കും, ഇനി ശേഷം വരാമെന്ന ഈ കൊന്നപ്പൂവ് നീ ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളാണ്. ഇതുകൂടെ മുറുകെ പിടിച്ചിട്ട് വേണം, വെറും പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കൊന്നപ്പൂവിന് വലിയൊരു സങ്കല്പം അവിടെയുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വെറ്റിലയിട്ട് ദക്ഷിണയായിട്ട് തന്നെ കൊടുക്കുന്ന പാരമ്പര്യങ്ങളാണ്. അത് അത്രയും പവിത്രമാണ്. അത് വെറും ഒരു പണം കൊടുക്കുക എന്നൊരു ചടങ്ങ് മാത്രമല്ല, ആ മൂല്യങ്ങളും കൂടെ മനസ്സിലാക്കി. ഇപ്പോഴത്തെ കുട്ടികൾ വിഷുവിന് അച്ഛൻ തന്നത് 10 രൂപയായി പോയി 500 പ്രതീക്ഷിച്ചത്. അവരുടെ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പണ്ടൊക്കെ നമ്മളും. ഇപ്പോൾ അത് ഭാവിയിൽ അവരാണെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊതുവിൽ കണ്ടിട്ടുള്ള വളരെ നല്ലൊരു കാര്യം പറയാം,
ഈ കുട്ടികളാണെങ്കിലും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ എല്ലാവരാണെങ്കിലും ഒരാളും വിഷുക്കണി ഒരു മോശം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല കൈനീട്ടം. അവരുടെ ദീർഘനാളത്തെ ഒരു ആവശ്യത്തിന്, ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങണം അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങണം, അവരുടെ കുറേ നാളത്തെ ഒരു നല്ല ആഗ്രഹത്തിന് വേണ്ടിയിട്ടേ അവർ ചിലവാക്കും. വെറുതെ അതിങ്ങനെ ചിലവാക്കി ദൂർത്തടിച്ച് കളയുന്ന ഒരു പാരമ്പര്യം കുട്ടികൾക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് വിഷുക്കഴിഞ്ഞീട്ടം എന്ന് പറയുന്നത് അവർ കാലങ്ങളായിട്ട് കാണുന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ മാർഗ്ഗമാണ്. കാരണം അപ്പോഴാണ് പൈസ കിട്ടുന്നുള്ളൂ. അപ്പം അതും സന്മാർഗത്തിലേക്ക് ഉപയോഗിക്കാൻ കുട്ടികൾ വരുന്നു എന്നുള്ളത് കുട്ടികളെ നല്ല രീതിയിൽ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പൊതുവിൽ പറയാറുള്ളത്. ഉറപ്പായിട്ടും. ഏതായാലും വ്യാസന്റെ ഓർമ്മയിൽ വ്യാസന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കൈനീട്ടം എന്താ? എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഓർമ്മയിൽ തന്നെ ഏറ്റവും നല്ല വിഷുക്കാലമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കൈനീട്ടം എന്നാണ്. കാരണം ഇപ്പോഴും നല്ല വിഷുക്കാലമാണ്, മോശമുണ്ട് നല്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ബാല്യകാലത്തിന് കുറച്ചുകൂടെ ഒരു സൗന്ദര്യം കൂടുതലാണല്ലോ. നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തെയാണ്. അതിപ്പോൾ നൊസ്റ്റാൾജിയ എന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾ അതിനെ മറ്റേ തന്ത വൈബ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ജീവിച്ച് വളർന്നിരുന്ന സമയത്തുള്ളൊരു വിഷു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഏത് ആഘോഷവും ഞാൻ മനസ്സിലാക്കുന്ന രുചി അത് മനോഹരമാകുന്നത് കുറെ ആളുകൾ ഒപ്പം നിന്ന് ആഘോഷിക്കുമ്പോഴാണ് അല്ലെ. ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്ക് പെൻഷൻ കിട്ടുന്നതാണ് ഞങ്ങളെ വിഷു കൈനീട്ടം. കാരണം അച്ഛന് പോലും അന്ന് വലിയ വരുമാനമില്ല. അപ്പോൾ അച്ഛനും അച്ഛമ്മയാണ് ഈ പടക്കം വാങ്ങുന്നത്, വിഷുക്കണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ അട വലിയ പ്രാധാന്യമാണ് വിഷുവിന്. ഇവിടെ അത്രത്തോളം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. വിഷുവിന് നമുക്ക് അവിടെ അട ഭയങ്കര പ്രാധാന്യം. വിഷുവിന്റെ തലേന്ന് അട ഉണ്ടാക്കും, എല്ലാ വീടുകളിലും ഒരുവിധ അട ഉണ്ടാക്കും. അതും അട ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ എത്രത്തോളം അത് പരിചയമുണ്ടെന്ന് എനിക്കറിയാം. വാഴയിലല്ല, വാഴയിലയ്ക്ക് പകരം പ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. അതെന്താ? അതൊരു ചുവന്ന കളറുള്ള ഒരു പൂ ഉണ്ടാകുന്ന ഒരു മരമാണ്. ആ പ്ലാഷ് എന്ന് പറഞ്ഞ ഇലയിലാണ് നമ്മൾ അട ഉണ്ടാക്കുക. അത് വളരെ പ്രാധാന്യമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ഈട് നിൽക്കും. നമ്മൾ ഈ രാമശ്ശേരി ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട്, ആ ഇലയല്ല, ഇത് കുറച്ചും കൂടെ നല്ലൊരു ഇലയാണ്. അതിനൊരു ഔഷധ മൂല്യം പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഈ അട ചീത്തയാവില്ല. 2-3 ദിവസമൊക്കെ പ്ലാഷിന്റെ ഇലയിൽ ഉണ്ടാക്കിയ അട. പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടയാണോ? അല്ല, നമ്മുടെ മറ്റേ പാലട ഇല. ഇത് മരത്തിന്റെ ഇലയാണ്. ഇത് വലിയൊരു മരമാണ്. ആ മരത്തിൽ നമ്മൾ പറിച്ചെടുക്കുന്ന ഇലയിലാണ് ഇത് വെച്ച് അടച്ച് ആവിയിൽ വേവിച്ചുണ്ടാക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്രായത്തിൽ ഇങ്ങനെ കാണുന്നതാണ് നമുക്ക് വിഷുവിന്റെ ഏറ്റവും വലിയൊരു ഓർമ്മ. അപ്പൊ ഞങ്ങൾക്ക് ഉള്ള ചുമതലയായിരിക്കും, കുട്ടികൾക്കുള്ള ചുമതല 2 പ്രധാനമായിട്ട്. ഒന്ന് ഈ പ്ലാഷിന്റെ ഇല കൊണ്ടുവരിക അട ഉണ്ടാക്കാനുള്ളത്, 2 കൊന്നപ്പൂ പറിച്ചു കൊണ്ടുവരിക. ഇത് 2 നമുക്ക്. മണ്ണാർക്കാട് എന്ന് പറയുന്ന കുറച്ച് മലകളൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് കൊന്നൊക്കെ ധാരാളം നമുക്ക് അവിടെ കിട്ടും. പ്ലാഷ് കുറച്ച് ബുദ്ധിമുട്ടാകട്ടെ. ഞങ്ങളവിടെ അരകുറിശി ഉദയർക്കുന്ന ഭൗതിക ക്ഷേത്രം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞങ്ങളുടെ അമ്പലമാണ്. ആ അമ്പലത്തിൽ പ്ലാഷിന്റെ ഒരു മരം ഇപ്പോഴും ഉണ്ടാകും. ഇന്നും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിഷു സമയത്ത് അമ്പലത്തിൽ വന്ന് അതിൽ നിന്നാണ് ഇത് പൊട്ടിച്ച് ഇപ്പോഴും അട വിഴുങ്ങുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ വലിയ പ്രാധാന്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വിഷുവിന്റെ ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത്, മിക്ക സമയത്തും ഇപ്പോൾ അങ്ങനെ കാണാറില്ല, കഴിഞ്ഞ 2 വർഷമായിട്ടൊന്നും, വിഷുവിന്റെ തലേന്ന് നല്ലൊരു മഴ കിട്ടാറുണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ. അതായത് ഭയങ്കരമായിട്ട് മഴ പെയ്യും. ചെറിയ മഴയൊന്നുമല്ല, ഗംഭീരമായിട്ടുള്ള മഴ. ആ മഴയത്ത് പൂവെല്ലാം പൊഴിഞ്ഞു പോകും. രണ്ടാമത് നമുക്ക് ഈ പടക്കം പൊട്ടിക്കുമ്പോൾ പ്രശ്നമാണ്, ഈ നനഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഓലപ്പടക്കം കത്തിച്ചെറിയുമ്പോൾ അത് പൊട്ടാതിരിക്കും. മഴ പെയ്യരുതേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഇല്ല. ഇപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് തുടങ്ങുന്നത്. ദീപാവലിക്ക് മാത്രമാണ് പടക്കം പൊട്ടിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് ദീപാവലി ആഘോഷം വളരെയധികം കുറവാണ്. പാലക്കാടിന്റെ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവും. വള്ളനാട് മണ്ണാർക്കാട് സൈഡിലേക്കൊന്നും ദീപാവലി തീരെ ആഘോഷമില്ല. ഉണ്ട്, തമിഴ് കൾച്ചർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കാറാണ്. വിഷുവിനാണ് നമ്മൾ പടക്കം പൊട്ടിക്കുക. നമുക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഘോഷം ഏതാ വെച്ചാൽ വിഷുവാണ്. കാരണം 1 പൈസ കിട്ടും, 2 പടക്കം പൊട്ടിക്കാം, 3 നല്ല ഭക്ഷണം കിട്ടും. ഈ ഓണത്തിനാകെ ഈ 2 ഉറപ്പാടേ ഉള്ളൂ. ഏത് ഈ നല്ല വസ്ത്രം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. ഇതുള്ളൂ. പൂക്കളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ല. പടക്കം നമ്മളെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് ഓരോ വീട്ടിലും വാങ്ങിയ പടക്കം പോയി നോക്കുന്നു. ഏത് സുഹൃത്തിന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പടക്കം ഉള്ളത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി അയാളുടെ അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് വാശി പിടിക്കും, അവൻ്റെ വീട്ടിൽ ഇത്രയും പടക്കമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് വീട്ടുകാരുടെ ഒരു വിഷമം അവർക്ക് പറയാൻ സാധിക്കില്ല, കാരണം നമുക്ക് പൈസ ഇല്ല, അതുകൊണ്ടാണ് വാങ്ങാൻ പറ്റാത്തത്. ഇന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് വാങ്ങാത്തതെന്ന്. പക്ഷേ അന്ന് നമ്മൾ അതിനു വേണ്ടി വാശി പിടിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നമുക്ക് അവിടെ കശുവണ്ടി ഉണ്ടല്ലോ, അത് ധാരാളമായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ അത് പെറുക്കി വിറ്റ് അതുകൊണ്ട് പൈസ എന്ത് കിട്ടിയാലും പടക്കം വാങ്ങുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഈ ആനച്ചമയ പ്രദർശനമാണല്ലോ, അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു വിഷുവിന്റെ 4 ദിവസം മുമ്പ് തുടങ്ങും പടക്ക പ്രദർശനം. ഓരോ വീടുകളിലും ഓരോ ദിവസം പോകുന്നു, അന്നത്തെ ദിവസം അവിടെ പടക്കങ്ങൾ കാണും. നല്ല കാലമാണ്. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല, നമുക്കൊക്കെ ജോലി തിരക്കുകളാണ്. എനിക്കൊന്ന് ഇത്തരത്തിലുള്ള എല്ലായിടവും ആഘോഷങ്ങളുണ്ടെങ്കിലും കുറച്ചും കൂടി വിശ്വാസത്തിൽ അടിയുറച്ചതുകൊണ്ട് ആ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു കൂടുതൽ വിഷുവിന്റെ പ്രാധാന്യം. ഞങ്ങളുടെയൊക്കെ നാട്ടില് വിഷു ആയ രാവിലെ കണി കാണുന്നു, അച്ഛൻ കൈനീട്ടം തരുന്നു. അപ്പോഴേ
കുട്ടിക്കാലത്താണ് അമ്മയുടെ ചേച്ചിയുടെ നാട്ടില് ആലപ്പുഴയിലാണ്, അവിടെ ഉത്സവമാണെന്ന് ഓ. വിഷുവിന്. നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുക, പിന്നെ അവിടെയാണ്. ഇപ്പൊ നമുക്ക് അവിടെ ആണെങ്കിലും ഇപ്പം വടവനാടിന്റെ പല ഭാഗത്തും വിഷുവേല എന്ന് പറയുന്ന ഒരു വലിയ ഉത്സവമാണ്. പല സ്ഥലത്തും വിഷുവിന്റെ അടുപ്പിച്ച് നടക്കുന്നതാണ്. ഭയങ്കര ആഘോഷമാണ്. ഭയങ്കര ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോഷയാത്രയും ഈ പറഞ്ഞ ഒരു വേഷങ്ങളൊക്കെ ആയിട്ട് വിഷുവേല ആഘോഷിക്കുന്ന കോങ്ങാട് ഭാഗത്തൊക്കെ ഭയങ്കര ആഘോഷമാണ്. വിഷുവാണ് അവിടുത്തെ. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ മേഖലകളുണ്ടല്ലോ, ഇപ്പോൾ മണ്ണാർക്കാടാണെങ്കിലും ചെർപ്പശ്ശേരി, കോങ്ങാട്, പട്ടാമ്പി, ഇതൊക്കെ കൃഷിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ പാടങ്ങളാണെങ്കിലും മറ്റു തോട്ടങ്ങളാണെങ്കിലും. അപ്പോൾ അവിടെ അവരുടെ ഒരു കാർഷികമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഒരു കൃഷിയോടുള്ള ഒരു സമീപനം, അതങ്ങോട്ട് ആഘോഷിക്കുകയാണ് വിഷു സമയത്ത് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഈ പറഞ്ഞ കുറെ ഐതിഹ്യങ്ങളൊക്കെ അതിലേക്ക് ഇപ്പൊ എല്ലാം മാറി. വിഷു കിറ്റിന്റെ കാലഘട്ടത്തിലേക്ക് മാറി. ഗ്രാമങ്ങളിൽ പോലും പച്ചക്കറി കടയിൽ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനം കൊണ്ടുവന്നിട്ട് കണി കണ്ടിട്ട് തീർച്ചയായിട്ടും അതൊരു വേണമെന്നൊരു നിർബന്ധമായി പോയി. പച്ചക്കറി കടകളിലെ തിരക്ക് പണ്ട് നോക്കൂ, നമ്മൾ വിഷുക്കണിയുടെ സിമ്പൽ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളായിരുന്നു. ഒന്ന് ഈ ഓട്ടുരുളി, കൊന്ന എപ്പോഴും ഉണ്ടല്ലോ. ശരിക്കും അതിന്റെ സിമ്പിളായിട്ട് കണക്കുന്നത് ചക്കയും വെള്ളരിയാണ്. അതെ അല്ലേ, നമുക്കറിയാം ചക്കയും നമ്മുടെ തൊടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 എലമെന്റ്സ് ഏറ്റവും കൂടുതൽ. മലയാളികൾക്ക് അരി പോലും വളരെ ദുർലഭമായിരുന്നു ഒന്നായിരുന്നു. നമ്മൾ കപ്പയും നേന്ത്രപ്പഴമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു. അരി ഇത്ര സുലഭമായിരുന്നില്ല പണ്ടത്തെ കാലത്ത്. അരി എപ്പോഴെങ്കിലും കിട്ടും. ഓണത്തിന് മാത്രം അരി വെച്ചിരുന്ന വീടുകൾ ഉണ്ടായിരുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. പണ്ട് നമ്മൾ കഴിച്ചിരുന്നത് പ്രധാനമായിട്ടും ഈ നേന്ത്രക്കായ, ഇപ്പം നമ്മൾ പറയുന്ന നേന്ത്രപ്പഴം, കപ്പ, ഇത് രണ്ടുമായിരുന്നു നമ്മുടെ വില കൂടുതലാണ്. അപ്പൊ ആ ഒരു കാലമൊക്കെ മാറി. ഇനി ഞാൻ വളരെയധികം നോക്കുന്നത്, ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ, നമ്മുടെ കുട്ടികൾ ഈ ഒരു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എങ്ങനെയായിരിക്കും? നെല്ല് കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട്. എന്തൊക്കെ മാറുന്നു, എന്തൊക്കെ ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുന്ന ഒരു സമയമാണല്ലോ. കൊന്ന ഉണ്ടാവുമോ എന്നുള്ള ചിന്തയൊക്കെ. എന്റെ ഭാര്യ ഒരു ദിവസം ഉള്ളൂ, ഞാൻ ഈ പശുവിനെ തൊട്ട് നോക്കിയിട്ടില്ല. ഞാനാലോചിച്ചത് എന്റെ കുട്ടിക്കാലത്ത് എത്ര പശു നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്, ചാണകം മാരിയിട്ടുണ്ട്. വീട്ടില് സ്ഥിരമായിട്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്ഥിരമായി തൊഴുത്തില് പശുക്കുട്ടികളും ഉണ്ടാവും. നമ്മളാണ് ഇതിനെ കുളിപ്പിക്കുന്നതും ഈ പറ്റുന്ന സമയങ്ങളിൽ ഇതിന്റെ ചാണകം മാറ്റുന്നതും മറ്റും. അപ്പൊ വൈഫ് ഒരു ദിവസം പറയാം, ഞാൻ പശുവിനെ തൊട്ട് നോക്കിയിട്ടില്ല. കാലം അങ്ങനെയാണല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്ക്, പണ്ടൊക്കെ ഈ വിഷുക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രിവിലേജ് ആണ്, കൊന്നുള്ള വീട്ടുകാർക്ക് ഭയങ്കര പ്രിവിലേജ് ആണ്. ആ വീട്ടിൽ കൊന്നവരുണ്ടെങ്കിൽ എല്ലാ ആളുകളും അവരുടെ വീട്ടിലേക്ക് പോകും കൊന്ന പറിക്കണം. അപ്പൊ അവർക്ക് കുറച്ച് ഡിമാൻഡ് അവർ കാണിക്കും. നാട്ടിൻപുറത്തിന്റെ ഒരു ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോ അമ്മ ഒരു വിഷുവാ, ഈ അടുത്ത സമയത്താ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, കൊന്നപ്പോ കിട്ടിയമ്മേ? ഒരു കതുപ്പ് അപ്പുറത്തെ ചേച്ചിയുടെ പേര് അവർ കൊണ്ടു തന്നു. അത്രയ്ക്ക് ക്ഷാമമായി പോയതാണ് നാട്ടിൻപുറത്ത്. പക്ഷെ ഇപ്പൊ സന്തോഷമുള്ള എന്താ പറയുക, എറണാകുളത്ത് പനമ്പള്ളികളിലൂടെ പോകുമ്പോൾ 2 സൈഡിലും കൊന്നപ്പോത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കൊന്നപ്പോ ഉണ്ടല്ലോ പറിക്കാലോ. അപ്പൊ വീട്ടില് ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് വൈഫിന്റെ വീട്ടില് ക്ഷേത്രമുണ്ട്, അവിടെ കൊന്നയുണ്ട്. അപ്പൊ എന്നോട് അങ്ങോട്ട് ചെല്ല്, ഇത് വിഷുവിന് 2 ദിവസം മുമ്പ് താഴെ ഒരു ടേബിൾ ഇട്ടിട്ട് അത് തന്നെ പറിച്ച് വിൽക്കുന്ന ആളുകളുണ്ടാവും. അതും കേരളക്കാരായിരിക്കില്ല, നമ്മുടെ ഡിമാൻഡ് അത്രയും കൂടിയ സമയമല്ല അത്. ഞങ്ങളുടെ അവിടെയൊക്കെ തമാശക്ക് പറയുന്നതാണ്. അതായത് രാവിലെ ഇപ്പൊ ഒരു കെട്ട് കൊന്നയ്ക്ക് ഒരു 100 രൂപയാണെങ്കിൽ രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ അത് 20 രൂപയും 30 രൂപയായിട്ടുണ്ടാകും. കാരണം അന്ന് വാടി തുടങ്ങി. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഇതിന് പ്രാധാന്യമുള്ളൂ. നാളെ ഈ സാധനം ഒരു മനുഷ്യന് വേണ്ട. അല്ല, ഇതിങ്ങനെ നിങ്ങൾ കിലോ കണക്കിന് കൊടുത്താലും ഇതുകൊണ്ട് ആവശ്യമില്ല. ഇന്നത്തെ ആ ഒരു ദിവസം അതാണ് അവിടുത്തെ താരം. കൊന്നയില്ലാത്ത കണിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക് വന്നപ്പോൾ ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ പല ആൾക്കാരും ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ അതിൽ കണിയിൽ ഇപ്പം വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ പറയുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് കാണേണ്ടതില്ല. അവരവിടെ പോയിട്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ടെങ്കിലും ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ ഞെട്ടിപ്പോയ സംഭവം, ആറ്റുകാൽ പൊങ്കാല, അവിടെ ഒരു AC ഹാളിൽ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ഒരു വീഡിയോ US കണ്ടു. അവർ ആ കൾച്ചർ പിന്തുടരുന്നു എന്നുള്ളതാണ്. അവർക്ക് അവിടെ കൊന്നപ്പോ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വെക്കാം എന്നുള്ളതേ ഉള്ളൂ. കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ പ്രത്യേകിച്ച് പുറത്തുള്ള പ്രവാസികൾ വളരെയധികം അതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓണമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണല്ലോ പ്രവാസികളായിട്ട് ആഘോഷമായിട്ട്. അവർ അതിനൊക്കെ ഞാൻ പറയുമ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അവരെ പ്രശംസിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധിക്കാത്തത് അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുമെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കൊന്ന സുലഭമാണ്, ചക്ക സുലഭമാണ്, മാങ്ങയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോസ്റ്റ്ലിയാണ് കിട്ടാന്ന് പറയുന്നത്. എനിക്കൊന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന അവരൊക്കെയാണ്. ഒരാഴ്ചക്ക് മുമ്പ് തന്നെ എൻ്റെ അനിയൻ UK-ലാണ്, ആ കസിൻ ബ്രദർ, അവനൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, വിഷു സദ്യ ആവശ്യമുള്ളവർക്ക്. അവിടുത്തെ ഒരു പോസ്റ്ററാണ്, മലയാളി സമാജത്തിന്റെ എന്തോ ഒരു പോസ്റ്ററാണ്. അപ്പൊ ഞാൻ ആലോചിച്ചോട്ടെ, നമ്മളിതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല, എന്താണ് വിഷുവിന്റെ പ്ലാൻ എന്ന് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അവരത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ചാർട്ട് ഉണ്ട് ഓരോ സമയത്ത്. ഇത്ര അവരുടെയൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ പറയുന്ന ഓണം മാസങ്ങളാണ് ആചരിക്കുന്നത്. നവംബർ ഡിസംബർ വരെയൊക്കെ ചില
ഇവിടുന്ന് പാചകക്കാർ കയറി പോകും അവിടെ പാചകം ചെയ്യാൻ വേണ്ടി. അത്രയും ഉണ്ട് എന്നാണ്. അപ്പോൾ പല ആൾക്കാരും പറയും നിങ്ങളുടെയൊക്കെ ഓണം എന്തോണാണ് അല്ലെങ്കിൽ വിഷു എന്താണ്, നിങ്ങൾക്ക് ഒന്നേണ്ടോ. പക്ഷേ നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ അതിന്റെ മൂല്യം മനസ്സിലാക്കി ഒരു പരിധിവരെ അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ തോന്നിയത്. കൊന്നപ്പൂവ് ഭഗവാന്റെ കിങ്ങിണിയാണെന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഥയുണ്ടോ? ഒരുപാട് നാടോടി കഥകൾ, അങ്ങനെ കൃത്യമായിട്ട് കഥയൊന്നും പറയില്ല, പല ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ട് ഇതിനെയൊക്കെ സമീപിക്കുക. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, പുറകിലുള്ളതൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ എവിടെയോ വായിച്ചു കേട്ടതാണ്, കൊന്നമരം എന്നതിന് പേര് വന്നത് ഈ ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാൻ രാമാവതാരം എടുക്കുന്ന സമയത്ത് ഭഗവാൻ ഈ ഒരു മരത്തിന്റെ പുറകിൽ ഒളിഞ്ഞു നിന്ന് അപ്പൊ അങ്ങനെ ബാലിയെ കൊന്ന മരമാണ് കൊന്ന മരമായിട്ട് മാറിയത്. ശ്രീരാമ ഭഗവാൻ ഒളിഞ്ഞു നിൽക്കാൻ ഉപയോഗിച്ച മരം കൊന്ന മരം. അങ്ങനെ ഒരു ചില വ്യാഖ്യാനങ്ങൾ കേൾക്കാറുണ്ട്. അതിനെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. രാമനെ പോലെ ഒരാൾക്ക് മറന്നു നിൽക്കാനുള്ള കനത്തിലേക്ക് അത് വളരാറില്ല. ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല വലിയ വലിയ കൊന്നകളുണ്ട്. പക്ഷെ വലിയ അത്ര ഈ പറയുന്നത്ര കാണാതിരിക്കൊന്നുമില്ല പുറകിൽ നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യത്തിന്റെ രസകരമായിട്ടുള്ള കഥകളായിട്ട്. വേറെ ഒരിടം പറഞ്ഞു കേൾക്കുന്നത്, ഒരു കുട്ടിയെ ഭഗവാൻ രക്ഷിക്കാനായിട്ട് ഒരു കുട്ടിയുടെ ഒരു കളങ്കം, ആ കുട്ടി ഒരു അരഞ്ഞാണം, ഒരു കിങ്ങിണി മോഷ്ടിച്ചു ഭഗവാന്റെ എന്ന ഒരു കളങ്കം ആ കുട്ടിക്ക് എവിടുന്നോ കിട്ടിയതോ ഭഗവാൻ തന്നെ കൊടുത്തതായിട്ടാണ് കഥയിൽ പറയുന്നത്. ആ കുട്ടി അതുകൊണ്ട് അമ്മയടുത്ത് പോകുന്നു. അമ്മ ഇത് എവിടുന്നാണ് കിട്ടിയത് ചോദിക്കുന്നു, ഭഗവാൻ തന്നാണെന്ന് പറയുന്നു. അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ല. നാട്ടുകാരൊക്കെ കുട്ടി കള്ളനാണ് എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. സമയത്ത് അമ്മ അമ്പലത്തിലേക്ക് വന്ന് ഇത് നീ തന്നതാണെങ്കിൽ നീ തന്നെ ഇതിന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ അത് അടുത്തൊരു മരത്തിലേക്ക് എറിഞ്ഞു. ആ മരം മൊത്തം മനോഹരമായിട്ട് ഭഗവാന്റെ കിങ്ങിണികൾ കൊന്നപ്പൂപ്പായിട്ടുണ്ടായി എന്നുള്ളൊരു കഥ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആത്യന്തികമായിട്ട് ചെന്നെത്തുന്നത് ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ കൊന്നമരത്തിന്റെ മറ്റേ ബാലിയെ കൊന്ന കഥയല്ല പറയുന്നത്. ഒരു കുട്ടിയുടെ നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം ഒരു അടയാളം കാണിച്ചതാണ് കൊന്ന വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തരുണ്ട്. പിന്നെ അതിന്റെ ആകൃതി തന്നെ കണ്ടില്ലേ, ഭഗവാന്റെ കിങ്ങിണി. ഗുരുവായൂരപ്പന്റെ കിങ്ങിണിക്ക് വലിയ പ്രാധാന്യമുള്ളത്. അപ്പൊ ഗുരുവായൂര് ഉച്ചപൂജ അലങ്കാരത്തിലൊക്കെ എടുത്തു പറയുന്ന ഒരു ആഭരണമാണ്. കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് എന്ന് പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. കിങ്ങിണി ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. മേൽശാന്തിമാരൊക്കെ പറയാറുണ്ട്, ഈ ഗുരുവായൂരപ്പന് വിഗ്രഹമാണെങ്കിൽ നമ്മളത് ഭഗവാനായിട്ടാണല്ലോ കാണുന്നത്. ഇത്രയൊക്കെ പറഞ്ഞു. ഒരു ഉണ്ണിയാണത്, ഒരു കുട്ടിയാണ്, ഭയങ്കര വികൃതിയാണ്. മേൽശാന്തിമാരായിട്ടുള്ള ആചാര്യന്മാരൊക്കെ പറയും ഭഗവാൻ വികൃതി കാണിക്കുക കിങ്ങിണി കിട്ടുമ്പോഴാണ്. അതായത് രാവിലെ ഈ നിർമാല്യം കഴിഞ്ഞ് ചന്ദനമൊക്കെ ചാർത്തി ഭഗവാനെ പട്ടുടുപ്പിച്ച് ആ പട്ടിന്റെ മുകളിലൂടെയാണ് കിങ്ങിണി കിട്ടുക. ഈ കിങ്ങിണി നിൽക്കില്ല, ഇത് ചാടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതായത് ചില മേൽശാന്തിമാരൊക്കെ ചീത്ത പറയത്തറ, കാരണം ഞാനിത് കെട്ടിത്തരില്ല കേട്ടോ ഇനി എന്ന് പറയുമ്പോൾ ശരിയാവും. അങ്ങനെ അതായത് ചില ആൾക്കാരൊക്കെ ഇപ്പം നമുക്ക് പല ആളുകളും പറഞ്ഞു കേൾക്കുന്നതാണ്, നമുക്കറിയാവുന്ന ആചാര്യന്മാരാണ്. അപ്പം അവരൊക്കെ പറയും ഗുരുവായൂർ മേൽശാന്തിമാരായിരുന്ന അസഹ്യമായിട്ടുള്ള ചൂടാണ് ഈ ഗുരുവായൂർ ശ്രീകോവിലിനകത്തുള്ളത്. ഭയങ്കര ചൂടാണ്. അത്രയും നെയ്വിളക്ക് കത്തുന്നു, അതിനത്രയും ചൂടുണ്ട്. അപ്പോൾ പരമാവധി അവർ വിചാരിക്കുക എത്രയും പെട്ടെന്ന് നട തുറന്ന് പുറത്തേക്ക് വരാം എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഒരുപാട് നേരം അപ്പം നമ്മൾ വിചാരിക്കുക ഇപ്പം ഇന്നത്തെ അലങ്കാരമൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, കിങ്ങിണി ചാർത്തി കയ്യടം വെച്ച് കഴിഞ്ഞാൽ നട തുറക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണത്തേക്കാൾ ഒരു 5-6 മിനിറ്റ് നേരത്തെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പറയും ഭഗവാനെ ഇന്ന് നേരത്തെ കഴിഞ്ഞു, ഇന്ന് നേരത്തെ ഇറങ്ങാലോ എന്ന് വിചാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ഈ കിങ്ങിണി താമസിക്കുക. പിന്നെ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയത്തേക്ക് പോകും. അതെ അതെ, ഈ കുട്ടികളുടെ കുസൃതിയായിട്ട് കാണാനാണ് എപ്പോഴും ഭഗവാൻ കൂടുതൽ കുസൃതി കാണിക്കാറുള്ളത് ഈ കിങ്ങിണി താഴത്തേക്ക് ഇട്ടിട്ടാണ് അത്ര. അങ്ങനെ പൊതുവിൽ ഗുരുവായൂർ പറഞ്ഞേക്കാറുണ്ട്. വളരെ മനോഹരമായ ഒരു വിഷുക്കാലവും അതിനുശേഷം അടുത്ത വിഷു വരെ ഒരു നല്ല കാലഘട്ടവും എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമുക്ക് ആശംസിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ നാണയത്തിനോടൊപ്പം കൊന്നപ്പൂ കൊടുക്കുമ്പോൾ അതിൻ്റെ വിശുദ്ധി എല്ലാവരിലേക്കും പടരട്ടെ എന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് കവി എഴുതി വെച്ചത് മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ തനിമയും ഇത്തിരി കൊന്നപ്പൂ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിലും ക്ഷമിക്കണം, പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ്. അതുകൊണ്ടാണ് കവി പറഞ്ഞത് മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും പിന്നെ ഇത്തിരി കൊന്നപ്പൂ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ വിശുദ്ധിയും കൊന്നപ്പൂവും സർവ്വൈശ്വര്യങ്ങളും നിറയുന്ന ഒരു വിഷുക്കാലം നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസം.